لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ്സാലിഹീനിൽ ഇതുവരെയായി നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ ശ്രവിച്ചത് അദ്കാറുകളെ കുറിച്ചായിരുന്നു, അഥവാ ദിക്റുകളെ കുറിച്ചായിരുന്നു. ഇന്നു മുതൽ ആരംഭിക്കുന്ന അധ്യായം കിതാബുദ് ദഅവാത്ത്, ദുആകളുടെ അധ്യായമാണ്. ദഅവാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, ദഅവത്ത്, ദഅവാത്ത്, ദുആകൾ, റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥന, അതാണല്ലോ ദഅവത്ത്. ആ അർത്ഥത്തിലാണല്ലോ ദഅവത്ത്. അതിൻ്റെ ജമ്മാണ് ദഅവാത്ത്. ദുആകൾ, പ്രാർത്ഥനകൾ. ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിവിധ പ്രാർത്ഥനകളാണ്. നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ കുറേ പ്രാർത്ഥനകൾ ഈ അധ്യായത്തിൽ കടന്നു വരുന്നുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ബാബു ഫളിൽ ദുആ, ദുആഇൻ്റെ ശ്രേഷ്ഠതയാണ് പറയാൻ പോകുന്നത്. ദുആയുടെ ശ്രേഷ്ഠത എന്താ? ദുആ കൊണ്ടുള്ള പ്രത്യേകത, ശ്രേഷ്ഠത എന്താണ്? പതിവ് ശൈലി അനുസരിച്ച് അദ്ദേഹം ഏതാനും ആയത്തുകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. 4 ആയത്തുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്തും സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ ആയത്തും സൂറത്തുൽ ബഖറയിലെ 186-ാം സൂക്തവും സൂറത്തുൻ നംലിലെ 62-ാമത്തെ സൂക്തവുമാണ് അദ്ദേഹം ആമുഖമായി ഹദീസുകൾ ഉദ്ധരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉദ്ധരിച്ചിട്ടുള്ളത്, എടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, എന്താണ് ഒന്നാമത്തെ ആയത്ത് പറഞ്ഞത്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. കണ്ടോ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഉദ്ഊനി, ദുആന്റെ ശ്രേഷ്ഠതയാ പറയാൻ പോകുന്നത്. ഉദ്ഊനി, അല്ലാഹ് പറയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇസ്തജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകി. യസ്തജീബു, അസ്തജീബു, ഞാൻ ഉത്തരം നൽകുക. അസ്തജിബ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ ആയത്തായി അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓഫറാണ്, അള്ളാന്റെ കരാറാണ്. അള്ളാന്റെ കരാറിന്റെ പ്രത്യേകത എന്താണ്? എന്താ അള്ളാന്റെ കരാർ ഇവിടെ? ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാന്റെ കരാറിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കൂല. ലോകത്തുള്ള മനുഷ്യരൊക്കെ പല ഓഫറുകളും വാഗ്ദത്തങ്ങളും ഒക്കെ പലപ്പോഴും പലരോടുമായി പറയാറുണ്ട്. അതിലൊക്കെ മനഃപൂർവ്വം ആ കരാറുകൾ ലംഘിക്കുന്നവരുണ്ട്. കഴിയാത്തത് കൊണ്ട്, അവരുടെ കഴിവുകേട് കൊണ്ട് ആ വാക്ക് പാലിക്കാനാവാത്തവരുണ്ട്. അങ്ങനെ പലരും ലോകത്തുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ചത് രണ്ടുമില്ല. അള്ളാഹു ആരോടും കരാറ് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കരാറ് പാലിക്കാതിരിക്കൂല. പിന്നെ കഴിവുകേട് എന്നുള്ളൊരു കാര്യം അള്ളാഹുവിന് ഇല്ല തന്നെ. റബ്ബെല്ലാം തികഞ്ഞവനല്ലേ, അവൻ ഖദീറല്ലേ.
അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവൻ അവൻ്റെ വാക്ക് പാലിക്കും. അപ്പം അള്ളാഹിനോടുള്ള ദുആ എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തുകളിലൂടെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകളിലൂടെ ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, അത് നമ്മൾ ഇബാദത്ത് എടുത്തിട്ട് നമ്മൾ അള്ളാഹിൻ്റെ അടുക്കൽ എന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുകയാണ്. അതൊരർത്ഥത്തിൽ ദുആയാണ്. നിസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, മറ്റു പ്രയാസങ്ങൾ സഹിക്കുന്നത്, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നത്, കുടുംബബന്ധം ചേർക്കുന്നത്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നീ ചെയ്യുന്നത് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മളെന്താ അതുകൊണ്ട് മറുപടി പറയാ? അള്ളാഹിൻ്റെ റിളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ പൊരുത്തം എനിക്ക് കിട്ടണേന്നാണ്. നിസ്കരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന റബ്ബിനെ പൊരുത്തപ്പെടണം, ഇഷ്ടപ്പെടണം. നോമ്പിലൂടെ റബ്ബിൻ്റെ പൊരുത്തം എനിക്ക് കിട്ടണം, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണം, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണം, അള്ളാഹുവിങ്കൽ നിന്നുള്ള പൊരുത്തം കിട്ടണം. അങ്ങനെ അള്ളാഹിൻ്റെ തൃപ്തി മാത്രം ലഭിക്കണേ, റബ്ബിൻ്റെ തൃപ്തി കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇബാദത്തുകൾ തന്നെയും ഒരർത്ഥത്തിൽ എന്താണ്? ദുആയാണ്. ഇനി അതിൻ്റെ പുറമെ അങ്ങനെ ഇബാദത്തൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറമെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മൾ നേരെ നമ്മൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ, റബ്ബേ എൻ്റെ രോഗം ശിഫയാക്കണേ, എനിക്ക് റിസ്ക് തരണേ, എൻ്റെ മനപ്രയാസങ്ങൾ തീർക്കണേ. 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഇതും എന്തെന്നെയാണ്? ഇബാദത്ത് തന്നെയാണ്. ഇതും നമ്മൾ അള്ളാഹ്ക്ക് ആരാധിക്കൽ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് വിളിച്ചു തേടിയാൽ വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, റബ്ബ് പറയുന്നു, ഉദുഊനി, എന്നെ വിളിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹിൻ്റെ ഓഫറാണ്. പക്ഷേ അള്ളാഹു നമുക്ക് ഉത്തരം തരാന്ന് പറഞ്ഞിട്ട് എന്താ ഉത്തരം തരാത്തത് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? തിരക്ക് കൂട്ടരുത്. നമ്മുടെ ദുആ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹ് ചില ഷർത്ത് പറയുന്നുണ്ട്. ആ ഷർത്തുകളൊക്കെ നമുക്ക് ഒത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒന്ന് ഇഖ്ലാസാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹിനോട് തേടണം. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനപ്രീതി നേടാനോ പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒന്നും. അതേപോലെ നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. അപ്പം ഇഖ്ലാസ് നഷ്ടപ്പെട്ട് അല്ലാഹ് അല്ലാത്തവരുടെ പ്രീതിയോ അല്ലാഹ് അല്ലാത്തവരിൽ നിന്നുള്ള പ്രതിഫലോ ആരുടെയെങ്കിലും പ്രശംസയോ ഒക്കെ മോഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലോ ആ അമല് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം തരാമെന്ന് പറയുമ്പോൾ അതിന് ഒന്നാമതായിട്ട് ദാഴിയായ പ്രാർത്ഥിക്കുന്ന എന്നിലുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണം, ഇതെൻ്റെ റബ്ബിനോട് മാത്രമുള്ള ഇഖ്ലാസോടുകൂടി അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതാ ഇഖ്ലാസ് അവന് വേണ്ടിയായിരിക്കണം. അപ്പൊ റബ്ബല്ലാത്തവരോട് തേടിക്കൂടാ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൂടാ. ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബ് ഉത്തരം തരൂല. മനസ്സിലായോ? ഇവിടെ വചനങ്ങൾ നമ്മൾ പഠിക്കണം, ഈ ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കണം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, അല്ലാഹ് പറയാണ്, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇങ്ങനെ വേറെ ആരെങ്കിലും ലോകത്ത് പറയാൻ പാടുണ്ടോ? ആർക്കാ പറയാൻ പറ്റുക? ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഉന്നതനായ സൃഷ്ടി വ്യക്തിത്വം ആരാണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരാണ്. ആദം അലൈഹിസ്സലാം മുതൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഏതെങ്കിലും ഒരു നബി അവരുടെ സമൂഹത്തോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ല? ഉദ്ഉനി, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ആദം അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞിട്ടില്ല, നൂഹ് നബി ജനതയോട് പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബി ജനതയോട് പറഞ്ഞിട്ടില്ല, മഹാനായ മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായീല്യരോട് പറഞ്ഞിട്ടില്ല, ഈസാ അലൈഹിസ്സലാമും പറഞ്ഞിട്ടില്ല.
മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഒരൊറ്റ നബിമാരും അവരുടെ സമൂഹത്തോട് ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞതായി ഖുർആനിലോ തെളിവുകളിലോ എവിടെയും കാണാനില്ല. കാരണം അവരത് പറയൂല. കാരണം അതൊരു സൃഷ്ടിക്കും പറയാനാകൂല. സൃഷ്ടികളുടെ ദുആ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള, എവിടെ നിന്ന് വിളിച്ചാലും ആ വിളിയെല്ലാം കേൾക്കാൻ കഴിവുള്ള, എല്ലാം കാണാൻ കഴിവുള്ള, എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ കഴിവുള്ള, എല്ലാ ഭാഷകളും കേട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള, ഏത് കാര്യം ചോദിച്ചാലും ആയിരക്കണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് ചോദിച്ചാലും അതൊക്കെ വേറെ വേറെ കേട്ട് ഉത്തരം കൊടുക്കാൻ കഴിവുള്ള മുജീബായ ഖദീറായ സമീആയ ബസീറായ അലീമായവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന് മാത്രമേ ഇത് പറയാൻ യോഗ്യതയുള്ളൂ. എന്ത്? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോളൂ ജനങ്ങളെ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അതാണ് തുടക്കത്തിലാ പറഞ്ഞത്. വഖാല റബ്ബുക്കും, റബ്ബിനെ അത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ റബ്ബായിട്ട് അല്ലാതെ ആരാത്? ഇവിടെ റബ്ബായിട്ട് അല്ലാതെ ആരാ ഉള്ളത്? അതുകൊണ്ട് റബ്ബിന് മാത്രം അവകാശപ്പെട്ട വാക്കാണത്. അതുകൊണ്ട് ദുആ റബ്ബിനോട് മാത്രമേ ആകാനും പാടുള്ളൂ. ഒരാൾക്കും ഇത് പറയാൻ ലോകത്ത് അർഹതയില്ല. മുത്ത് മുസ്തഫ പോലും അത് അവകാശപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ പാർട്ടിക്കാര്, ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആ സുന്നത്ത് ജമാഅത്തിനോട് പുലബന്ധം പോലുമില്ലാത്ത സമസ്ത മതത്തിൻ്റെ ആളുകൾ, സമസ്തക്കാര്, സമസ്തായിസത്തിൻ്റെ ആളുകൾ അവര് പാടിപ്പറയുന്നു. ശൈഖ് ജീലാനി പറഞ്ഞതായി അവര് പറയണത്, വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. വല്ല നിലത്തുന്നും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വല്ലേ നിലത്തെന്നും എന്നെ വിളിപ്പോർക്ക്, മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു അത്രേ, ഈ പ്രപഞ്ചത്തിൻ്റെ എവിടെ വെച്ചെങ്കിലും വല്ല നിലെന്ന് പറഞ്ഞാൽ അവിടെ ആകാശമോ ഭൂമിയോ കരയോ കടലോ എന്ന വ്യത്യാസമൊന്നുമില്ല. എവിടെ വെച്ചും ആരെങ്കിലും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. ആ വിളിച്ചവന്റെ വായ കൂടുന്നതിൻ്റെ മുമ്പ് മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്നവന്റെ തൊള്ള കൂടുന്നതിൻ്റെ മുമ്പ്, വായ അടക്കുന്നതിൻ്റെ മുമ്പ് വാകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് വളരെ ഭക്തിയോടുകൂടി അത് പാടുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ജനങ്ങളുണ്ട്, മുസ്ലിയാക്കളുണ്ട്, അത് പാടിപ്പിക്കുന്ന ജനങ്ങളുണ്ട്, അത് പാടുന്നവർക്ക് കാശും ചോറും കൊടുക്കുന്ന ആളുകളുണ്ട്. വലിയ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഓ സഹോദരന്മാരെ, എത്ര വലിയ പാതകമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരൊറ്റ സൃഷ്ടിക്കും പറയാൻ കഴിയാത്ത, പറയാൻ അർഹതയില്ലാത്ത വലിയ അധികാരത്തിന്റെ വർത്തമാനമാണ് ഈ റബ്ബ് പറയുന്ന വർത്തമാനം. എന്ത്? ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അതേ വർത്താനാണ് ഇപ്പൊ മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊഹീദ്ദീൻ മാലയിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതാപ്പം നമ്മുടെ നാട്ടില് മൊഹീദ്ദീൻ മാല പാടുമ്പോൾ മുസ്ലിയാക്കൾ പാടുന്നത്. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചോളീന്ന്. ഇങ്ങനെ എത്രയോ ആളുകൾ അവകാശപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്തുള്ള CM മടവൂരിനെ കുറിച്ചും അതാണ് ജനങ്ങളോട് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് വിളിച്ചാലും അവർ ഓടിയെത്തും, കാവലാണ്. എവിടെ വെച്ച് വിളിച്ചോ ഉത്തരം റെഡിയാണ്. എന്ത് ചോദിച്ചാലും തരാൻ അവർക്ക് കഴിയും, എല്ലാം അവർക്ക് കഴിയും. എന്തും അവർ ഉത്തരം തരും, എന്തും അവർ കേൾക്കും, എന്തും കാണും. അവർ കാണാത്ത ഒരു സംഗതിയില്ല, അവർ കേൾക്കാത്തൊരു സംഗതിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു ഇല പോലും കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നില്ല.
അത് മടവൂര് അറിയാതെ, ഇവിടെ ഒരു ശബ്ദവും നടക്കുന്നില്ല, മടവൂര് കേൾക്കാതെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പടപ്പുകളെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബിൻ്റെ വിശേഷണങ്ങൾ മുഴുവനും അവർക്കങ്ങ് ചാർത്തിക്കൊടുത്ത് റബ്ബിൻ്റെ പദവിയിലേക്ക് അവരെ ഉയർത്തിയിട്ട് ജനങ്ങളെ കൊണ്ട് ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകം ചെയ്യിക്കുന്ന ജനങ്ങൾ ലോകത്തുള്ളപ്പോൾ ഈ വചനം നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം. മോമിനീങ്ങൾ മുഴുവനും ഇത് മറക്കാതെ പഠിച്ചു വെക്കണം. അല്ലാഹ്ക്കേ ഇത് പറയാൻ അവകാശമുള്ളൂ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ യജമാനനായ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉത്തരം കിട്ടൂല. അല്ലാഹല്ലാതെ ആരാ ഉത്തരം തരാനുള്ളത്? റബ്ബല്ലാതെ ഉത്തരം ചെയ്യൂല. പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ നിബന്ധന തന്നെ നഷ്ടപ്പെട്ടു പോകരുത്, ഇഖ്ലാസ് നഷ്ടപ്പെടരുത്. ഇനി രണ്ടാമത്തെ നിബന്ധന എന്താണ്? നമ്മൾ അള്ളാഹിനോട് തന്നെയാണ് ചോദിക്കുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറ്റകരമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. കുറ്റകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അതിന് അള്ളാഹ് ഉത്തരം തരൂല. കുറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതുപോലെ ഒരു ബാപ്പ മകനെതിരെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉമ്മ മകനെതിരെ പ്രാർത്ഥിക്കുകയാണ്, ആവശ്യമില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചാൽ അതിന് അള്ളാഹ് ഉത്തരം കൊടുക്കൂട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. അവൻ്റെയും അള്ളാഹിൻ്റെയും ഇടക്ക് മറയില്ല എന്നാണ്, ഉത്തരം കിട്ടും എന്നാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. അവരെങ്ങാനും കണ്ണുനീരൊലിപ്പിച്ച് മനസ്സ് തട്ടി അള്ളാഹിനോടാൻ പറഞ്ഞാൽ ഉത്തരാണ് കിട്ടും. അതൊന്നല്ല ഈ പറയുന്നത്. തെറ്റായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ വെറുതെ ശത്രുതക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തെറ്റായ സംഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഹറാമായൊരു കാര്യം എനിക്ക് നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എൻ്റെ മകനെയും പിന്നെ മരുമകളെയും തമ്മിൽ പിരിക്കണേ, അല്ലെങ്കിൽ ഇന്നവരുടെ ബന്ധം തകർക്കണേ, കുടുംബ ബന്ധം തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള തെറ്റായ കാര്യത്തിന് വേണ്ടി, കുടുംബ ബന്ധം മുറിച്ചേരിക്കുന്ന കാര്യത്തിന് വേണ്ടി, ഇതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അതൊക്കെ പ്രാർത്ഥനയിലെ അതിരുകവിയലാണ്. അതേപോലെ നടക്കാൻ പോകാത്ത സംഗതി, നടക്കാൻ പാടില്ലാത്ത സംഗതി ഒരിക്കലും നടക്കൂല, അങ്ങനത്തെ സംഗതി പ്രാർത്ഥിക്കുക. ഉദാഹരണമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക, അള്ളാഹ് ഇനി എന്നെ നബിയാക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടെ നബിമാരുടെ പരമ്പര അവസാനിച്ചില്ലേ? ഇനി ഒരു നബി വരാണ്ടോ? ഒരാൾ പറയണേ, നബി അള്ളാഹ് എന്നെ നബിയാക്കണേ. നടക്കാത്ത സംഗതിക്ക് പ്രാർത്ഥിക്കലല്ലേ? ദുആയിലെ അതിരുകവിയലാണത്. അതിരുകവിയരുത് ദുആയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. അത് അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്, ഉദുഉ റബ്ബക്കും തദർറുൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വിളിക്കൂ. അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ വിളിക്കും ഞാൻ ഉത്തരം ചെയ്യാൻ. ആ അള്ളാഹ് തന്നെ പറയണത്, ഉദുഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. എങ്ങനെ? തദർറുൻ, വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കണേ. മനസ്സ് തട്ടാതെ പ്രാർത്ഥിക്കരുത്, മനസ്സ് തട്ടിയിട്ട് നല്ല വിനയത്തോടെ ഭക്തിയോടെ സ്വീകരിക്കണേ അല്ലാ എന്ന വിനയപ്പാടോടുകൂടി പ്രാർത്ഥിക്കണം. വഖുഫിയത്തൻ, സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കണം. ഒച്ചയും പുളിയുണ്ടാക്കി ബഹളം കൂട്ടിയിട്ട് ഒച്ചയിട്ടിട്ടല്ല ദുആ ചെയ്യേണ്ടത്. ഉറക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഉണ്ടാവും, അത് നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം. അതല്ലാത്ത നിലക്ക് പൊതുവായിട്ട് ദുആയുടെ മര്യാദ വളരെ സ്വകാര്യമായിട്ട് അവരവരെ കേൾക്കേ വളരെ വിനയത്തോടെ തേടലാണ്. അവരവൻ കേൾക്കേ സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കലാണ്. അതാ അതിൻ്റെ പൊതുമര്യാദ. ഉദുഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. കണ്ടോ? ഇനി പറയുന്നൊരു ശ്രദ്ധിക്കൂ, ഇന്നഹു, തീർച്ചയായും അവൻ, ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുകവിയുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നതല്ല. അതിരുകവിയുന്നവരെ, പ്രാർത്ഥനയിൽ അതിരുകവിയുന്നവരെ പോലും അള്ളാഹു എന്താവൂല? ഇഷ്ടപ്പെടൂല. പ്രാർത്ഥനയിലെ അതിരുകവിയലാണ് എന്ത്? കുറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരസ്പരം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഹറാമ് നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ഹറാമ് ചെയ്യാൻ സൗകര്യം തരണേ, തൗഫീഖ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക.
ഇങ്ങനെ അരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലൊക്കെ ദുആയിലെ അതിരുകവിയലാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാ നീ എന്നെ മരിപ്പിക്കല്ലേ, പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ടോ? ദുആയിലെ അതിരുകവിയലാണ്. നേരത്തെ പറഞ്ഞില്ലേ എന്നെ നബിയാക്കണേ, നബിയാവോ? നബിയാവൂലല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു നിബന്ധന എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയെങ്കിലാവട്ടെ എന്ന നിലക്ക് നമ്മൾ ദുആ ചെയ്യരുത്. കിട്ടും, എനിക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കണം. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചു നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊരു പരിശോധനക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന് ദൃഢമായി ഉറപ്പിച്ചിട്ട് ചോദിച്ചോളീൻ. അല്ലാഹ് എനിക്ക് ഉത്തരം തരും എന്ന ദൃഢബോധ്യത്തോടുകൂടെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അല്ലാഹ് നമുക്ക് ഉത്തരം തരും. അപ്പൊ അതും ഈ ഉത്തരം തരും എന്ന് പറയുന്നതിന്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ അള്ളാഹിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കരുത്. അവൻ തരും. നമ്മൾ സംശയാലുവായാൽ അള്ളാഹ് അത് സ്വീകരിക്കൂല. തരുമോ തരൂലേ എന്നിങ്ങനെ സംശയിച്ചിട്ട് ചോദിക്കരുത്. കിട്ടും, അങ്ങനെ ഉറപ്പോടെ ചോദിക്കണം. അത് ദുആയുടെ ഒരു മര്യാദയാണ്. മറ്റൊരു മര്യാദ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം? ഉത്തരം കിട്ടണമെങ്കിൽ ഹറാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അഥവാ ഹറാം തിന്നരുത്, പലിശ കഴിക്കരുത്, പലിശയുടെ പൈസ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വഞ്ചനയിലൂടെ, കളവിലൂടെ, കൈക്കൂലിയിലൂടെ, കൊള്ളലാഭത്തിലൂടെ, അതുപോലെ തന്നെ ഏതെല്ലാം ഹറാമായ ഇൻകമുകളുണ്ടോ, വരുമാനങ്ങളുണ്ടോ, ആ രൂപത്തിലെല്ലാം സമ്പത്ത് നേടിയെടുത്തിട്ട് ആ സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, ആ സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് നാം ഉടുക്കുന്നു, ആ സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഉപകരണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, ആ സമ്പത്ത് കൊണ്ട് നേടിയ ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങനെ ആ ഹറാമിലൂടെ വളർന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലാഹ് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിളിച്ചോ ഉത്തരം തരാന്ന് പറഞ്ഞ അല്ലാഹ് എന്നെ പറയുന്നത് എന്താണ്? അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോടൊക്കെ കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട്. അതെന്താ? അത് മുൻകഴിഞ്ഞ നബിമാരോടും കൽപ്പിച്ച കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത്ത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ. സൂറത്തുൽ മുഅ്മിനൂൻ 51-ാമത്തെ ആയത്തിൽ കാണാം, ഓ നബിമാരെ, ഓ പ്രവാചകന്മാരെ, കുലൂ മിനത്ത് ത്വയ്യിബാതി, വിശിഷ്ടമായതിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുവീൻ. എന്താ വിശിഷ്ടമായതെന്ന് പറഞ്ഞാൽ? ഹലാലും ത്വയ്യിബുമായത്. ഹലാലായതേ ഭക്ഷിക്കാവൂ, ത്വയ്യിബ് ചീത്തയായത്, ഹറാമായതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. വഅമലൂ സാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. ഇപ്പം ഹലാല് തിന്നിട്ട് ആണ് ഹലാല് പ്രവർത്തിക്കേണ്ടത്, എങ്കിലേ അത് അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഹറാമ് തിന്നിട്ട് നമ്മൾ സൽക്കർമ്മം ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാതെ പോകും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്ത് നബിമാരോട് പറഞ്ഞതാ. ഇനി ഇതേ കാര്യം അള്ളാഹ് മുഅ്മിനീങ്ങളോടും പറയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുവീൻ. ഹലാലും ത്വയ്യിബും മാത്രമേ ഭക്ഷിക്കാവൂ. എന്നിട്ട് വഷ്കുറൂ ലില്ലാഹ്, അത് നൽകിയ അല്ലാഹുവിന് നിങ്ങൾ നന്ദിയും കാണിക്കണേ. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കടമയാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുൽ, ഒരാള്, യുതീലു സഫർ, നീണ്ട യാത്ര ചെയ്യുന്നു, അശ്അസ അഗ്ബറ, യാത്രയുടെ അടയാളങ്ങളൊക്കെ അയാളിൽ കാണുന്നുമുണ്ട്. മുടിയൊക്കെ ജടക്കുറ്റി ഡിസോർഡറായി കിടക്കുന്നുണ്ട്. അഗ്ബർ, യാത്രയുടെ കാരണത്താൽ പൊടിപടലങ്ങളൊക്കെ അവൻ്റെ ശരീരത്തിലും മുടിയിലും ഒക്കെയുണ്ട്.
ശരീരത്തിലൊക്കെ ഉണ്ട്, വസ്ത്രത്തിലുണ്ട്. അങ്ങനത്തെ ഒരു യാത്രക്കാരൻ, വാസ്തവത്തിൽ യാത്രക്കാരനവിടെ പറയാൻ എന്താ കാരണം? യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കിട്ടുന്ന സമയമാണ്. മുസാഫിറിൻ്റെ ദുആക്ക് പ്രത്യേക ഉത്തരമുണ്ട്. നമ്മൾ യാത്രയിലാകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ നാട്ടിലാവുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉത്തരം കിട്ടാൻ നല്ല സമയമാണ് യാത്രക്കാരൻ്റെ പ്രാർത്ഥന. യാത്രയിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഇയാൾ നീണ്ട യാത്രക്കാരനാണ്, ഒരുപാട് പ്രയാസം നയിച്ചാൽ യാത്ര ചെയ്തിട്ടുണ്ട്, അയാളെ വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ അഴുക്ക് പോലും ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ പോലും യമുദ്ദു യദഹു ഇലസ്സമാ, അയാൾ ഇങ്ങനെ മുകളിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് അയാൾ ഇപ്രകാരം പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ അയാൾക്ക് ഉത്തരം കിട്ടണമല്ലോ, അയാൾ മുസാഫിറല്ലേ. പക്ഷേ ഇനി അടുത്ത വാചകം നിങ്ങൾ നോക്കൂ, വമത്അമുഹു ഹറാം. പക്ഷേ എന്തായിട്ടെന്താണ്? ആ മനുഷ്യന്റെ ഭക്ഷണം ഹറാമിലൂടെ നേടിയതാണ്. വമൽബസുഹു ഹറാം, അയാൾ ഉടുത്ത ഡ്രസ്സ്, അയാളുടെ ലിബാസ് ഹറാമിൻ്റെതാണ്. വഗുദ്ദിയ ബിൽ ഹറാം, ഹറാമിലൂടെയാണ് അയാൾ വളർന്നിട്ടുള്ളത്. അങ്ങനത്തെ ആ മനുഷ്യന്റെ കാര്യം അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയുള്ള മനുഷ്യന് എപ്രകാരം എങ്ങനെ ഉത്തരം ലഭിക്കപ്പെടാനാണ്? അയാൾ ഇവിടെ അള്ളാഹിനോട് ഉദൂനി, എന്നോട് വിളിച്ചോളി ഞാൻ ഉത്തരം ചെയ്യാന്ന് പറയണു. അങ്ങനത്തെ ആൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ് ഉത്തരം തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശുദ്ധമാകണം. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഉടുക്കുന്ന ഡ്രസ്സ്, താമസിക്കുന്ന വീട്, ഉപയോഗിക്കുന്ന വാഹനം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഹലാലിലൂടെ നേടിയതാവണം. ഹറാമിൻ്റെ പൈസയാണെങ്കിൽ നമ്മുടെ ദുആ പോലും അള്ളാഹു തള്ളും എന്നാണ്. അപ്പം ഈ ഷർത്തുകളൊക്കെ നമ്മുടെ ദുആയുടെ വേളയിൽ നമ്മളിൽ തികഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. എന്നിട്ട് വേണം നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത് കേൾക്കാൻ. ഏതായത്ത്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പം നമുക്ക് എന്ത് തോന്നൂല, എനിക്കെന്താ ഉത്തരം കിട്ടാത്തത് എന്നുള്ള ബേജാറുണ്ടാവില്ല. അപ്പം നമുക്ക് ദുആയിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് കൂടൂല. ഞാൻ എത്രയായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തിരക്കും കൂട്ടൂല. തിരക്ക് കൂട്ടുന്നവർക്കും ഉത്തരം കിട്ടൂല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാൾ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം ചെയ്യും. മാലം യസ്തഅജിൽ എന്നൊരു ഹദീസിൽ കാണാം, അവൻ തിരക്ക് കൂട്ടാത്തിടത്തോളം. അപ്പൊ എന്താണ് ഈ ദുആയിൽ തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ? അവൻ ഇപ്രകാരം പറയലാണ്, ഖദ് ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചു, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൻ എനിക്ക് ഉത്തരം തരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ വേവലാതിപ്പെടുക, ഞാൻ പ്രയാസം പറയുക. അതാണ് ദുആയുടെ കാര്യത്തിൽ തിരക്ക് കൂട്ടൽ. അങ്ങനെ തിരക്ക് കൂട്ടുന്നവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല എന്നും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദുആനെ സംബന്ധിച്ചിടത്തോളം ഈ വക ഷർത്തുകളൊക്കെ നമ്മൾ പാലിച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം തരും. അപ്പം ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ ആയത്തായിക്കൊണ്ട് തെളിവ് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അറാഫിലെ 55-ാമത്തെ ആയത്തായിരുന്നു അത്, നമ്മൾ വിശദീകരിച്ചു. മൂന്നാമത് പറഞ്ഞ ആയത്ത് എന്താണ്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. വൈദാ സഅലക, നബിയെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, അന്നി എന്നെക്കുറിച്ച്, ഞാൻ അവരുടെ അടുത്താണോ അകലെയാണോ എന്ന് എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് സമീപസ്ഥനാണ്. ഓരോരുത്തരുടെ അടുത്ത് അള്ളാഹ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നല്ല, അള്ളാഹു അത്യുന്നതമായ അർശിൻ്റെയും മുകളിലാണ്. എന്നാൽ റബ്ബിൻ്റെ കേൾവിയും കാഴ്ചയും എല്ലാവരുടെ കൂടെയുണ്ട്. ആരെക്കുറിച്ചും അള്ളാഹു ഒരു മിസ്കാൽ ദർറ, അണുത്തൂക്കം പോലും അള്ളാഹ് ഒരാളെ കാണാതെ കേൾക്കാതിരിക്കൂല, അറിയാതിരിക്കൂല. അങ്ങനെ എല്ലാവരെയും കൂടെ അള്ളാഹ് ഉണ്ട്.
അറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുണ്ട്. അത്രക്ക് നമ്മോടടുത്തവനാണവൻ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് ഏറ്റവും അടുത്തവനാണ്. കണ്ടോ, അഖറബ് എന്നാ പറഞ്ഞത്. അവന്റെ ഹബിലുൽ വരീദ്, ജീവനാഡിയേക്കാൾ അഖറബാണ്. അള്ളാഹ് അത്രയും നമ്മളോട് അടുപ്പുള്ളവനാണ്. അതുകൊണ്ട് അവനോട് നമ്മളോട് ചോദിക്കണം എന്നാ പറയുന്നത്, അത്രയും അടുപ്പുള്ളവനോട്. അതുകൊണ്ട് അള്ളാഹ് എന്താ പറയുന്നത്? ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ദഅവത്തദ്ദാഇ, വിളിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചാൽ, അവൻ എന്നെയാണ് വിളിച്ചാൽ ഞാനാണ് ഉത്തരം കൊടുക്കും എന്നാണ്. നേരത്തെ പറഞ്ഞ ആയത്തിലും പറഞ്ഞ എന്താണ്? എന്നെ വിളിച്ചോളി, ഞാൻ ഉത്തരം തരാം. ഈ ആയത്ത് പോലും നമ്മുടെ നാട്ടിലെ സമസ്ത മതത്തിന്റെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സമസ്ത മതം വേറെയാണ് സുഹൃത്തുക്കളെ. സമസ്തായിസം അത് വേറൊരു ഇസമാണ്, ഇസ്ലാമല്ല. ഈ ആയത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മുസ്തഫൽ ഫൈസി എന്ന പേരുള്ള ഒരു വ്യക്തി അറിയാൻ വേണ്ടി പറയുകയാണ്. അയാൾ ഖുർആനിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ആയത്തിന് വിശദീകരണം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പച്ചയായി ഈ ആയത്തിൻ്റെ നേരെ ഗുരുതരമായ കടന്നാക്രമണമാണ് നടത്തിയത്. ഈ ആയത്ത് വാസ്തവത്തിൽ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാനുള്ള ആയത്തല്ലേ? നിങ്ങൾ കേട്ടില്ലേ? വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് പറയാനല്ലേ റസൂലുള്ളാഹിനോട് പറയുന്നത്. അപ്പൊ അള്ളാഹിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താനൊരു അടയാളം വേണ്ടാന്നല്ലേ? നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചോളി എന്നല്ലേ? അതല്ലേ അടുത്ത ആയത്ത്. ഇതൊക്കെ ഖുർആനിൽ നോക്കണം സഹോദരങ്ങളെ. നിഷ്പക്ഷരായ ആളുകൾ ഉണ്ടാവില്ലേ ഇത് കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ? നിങ്ങൾ പരിശോധിക്കും. സൂറത്തുൽ ബഖറ 186 ആയത്തിൽ ഇവിടെ അള്ളാഹ് പറയുന്നത് എന്താണ്? ഇവിടെ എന്നെ വിളിച്ചോളി, ഞാൻ ഉത്തരം ചെയ്യാന്നാ പറയുന്നത്. ഈ ആയത്തെടുത്തിട്ടാണ് ആ മനുഷ്യൻ പറയണത്, അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല, ചോദിക്കേണ്ടത് നബിയോടെ ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ആയത്ത് അത്രയും അതിന് തെളിവ്. എന്നിട്ട് അയാൾ അർത്ഥം വെക്കുന്ന രീതി നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അയാൾ പറയാണ്, വൈദാ സഅലക, നബിയെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ. അപ്പൊ എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്നാണല്ലോ ആയത്തിൻ്റെ താല്പര്യം. അപ്പൊ യഥാർത്ഥത്തിലുള്ള അടിമകൾ അള്ളാഹിനോട് മാത്രമേ, അള്ളാഹിനോടല്ല നബിയോടെ ചോദിക്കുകയുള്ളൂ എന്ന് ഉറപ്പായി. അപ്പൊ ആരോട് ചോദിക്കണം? ആദ്യം നബിയോട് ചോദിക്കണം. നബിയോട് ചോദിക്കാതെ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടൂല. അള്ളാഹ് അവരോട് അടുപ്പമുള്ളവനുമല്ല. അതുകൊണ്ട് അള്ളാഹിന്റെ അടുപ്പം കിട്ടണോ, അള്ളാഹിന്റെ ഉത്തരം കിട്ടണോ, ആദ്യം ഏത് കാര്യത്തിനും നബിയോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ എന്തിനും ആദ്യം നബിനോട് പറയണം, എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചു ആ മനുഷ്യൻ. എത്ര ഗുരുതരമായ കയ്യേറ്റമാണിത്, എത്ര ഗുരുതരമായ തെറ്റാണ് അയാൾ ചെയ്തത്. റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടുന്ന അതേ ആയത്തെടുത്തിട്ട് നബിനോടാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നബിനോട് പറയാതെ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നത് അക്രമാണ്. അങ്ങനെ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നവർക്ക് രക്ഷയും കാവലും ഒന്നും കിട്ടൂല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. നേരെ വിരുദ്ധമായ വിപരീതമായ വ്യാഖ്യാനമാണ് ആ മനുഷ്യൻ നൽകിയത്. അള്ളാഹു അയാളുടെ മനസ്സ്, അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് തൗബ ചെയ്യാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. അയാൾ എത്രയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം വസ്വാസുണ്ടാക്കുന്ന പൈശാചിക ദുർബോധനങ്ങൾ നടത്തുന്ന ആളുകളുടെ ഷർറിൽ നിന്ന് അള്ളാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് കാത്തോളിൻ സഹോദരങ്ങളെ, നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. അത് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് പിന്നെ അടുത്ത ആയത്തിൽ പറയണത് എന്താണ്? പ്രയാസപ്പെടുന്നവൻ വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യുന്നവൻ അല്ലാതെ വേറെ ആരാ ഉള്ളത് എന്നാണ് അടുത്ത ആയത്ത്. അത് സൂറത്തുൻ നംലിലെ 62 ആയത്താണ്. അമ്മൻ യുജീബുൽ മുളുത്തറ, ഇടങ്ങേറായവന് ഉത്തരം കൊടുക്കാൻ ആരുണ്ട്? ഇദാ ദആഹു, അവൻ വിളിച്ചാൽ. വയക്ഷിഫു സൂഅ, പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്നവനും കഴിവുള്ളവൻ ആരുണ്ട്? അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹുടെ ചോദ്യം. ആരുമില്ല. അതുകൊണ്ട് അള്ളാഹ്ക്കേ നമുക്ക് ഉത്തരം ചെയ്യാനും നമ്മുടെ പ്രയാസം നീക്കാനും കഴിയൂ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഈ 4 ആയത്തുകളാണ് ദുആന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആമുഖമായി ഉദ്ധരിച്ചിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദുആകളുടെ പ്രാധാന്യം പറയുന്ന ഹദീസുകളിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ച് പ്രവർത്തിക്കാനും
യഥാർത്ഥ വിശ്വാസികളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും അപാകതകളും ചെറുതും വലുതുമൊക്കെ റബ്ബ് പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.